മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ചേട്ടായിക്ക് ചെറിയൊരു വയ്യാഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെവിക്ക് വേദനയും പ്രശ്നമൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ എന്തോ പെട്ടെന്ന് മസിൽ കയറ്റവും ഒരു വിലക്കോ ഒക്കെ കൂടെ വന്ന് ശരിക്കും പേടിച്ചു പോയായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇച്ചിരി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരുന്നൊക്കെ വാങ്ങിച്ചു ആള് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഞാൻ കൂടുതൽ അങ്ങോട്ട് സന്തോഷിച്ച് നെകളിച്ചാൽ അപ്പം തന്നെ എനിക്ക് പണിഷ്മെന്റ് കിട്ടും. നീ അത്ര ഒന്നും അങ്ങ് നെകളിക്കണ്ട, നീ അത്ര ഒന്നും അങ്ങ് അഹങ്കാരിക്കണ്ട, അത്ര അങ്ങ് സന്തോഷിക്കണ്ട എന്നുള്ളൊരിത് എനിക്ക് നേരത്തെ മുതൽ കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം എന്തായാലും ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം ഞാനിപ്പം എന്തേണ്ടേ ഉപ്പേറ വരെ പൂട്ടൊക്കെ തിരിച്ചു വന്നതാണ്. തിരിച്ച് പോയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പാലായിലൊരിടത്ത് ഒരു സിറാജ് മിഷനെ കയറാൻ ഒരു സെൻറ്ററിൽ പോകുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരിടയ്ക്ക്. അപ്പോൾ അത് നമ്മുടെ ലേഖ ചേച്ചി മേടിച്ചു. ലേഖ ചേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ലേഖ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ആടുണ്ട്, പറമ്പുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം പുള്ളിക്കാരത്തി ചെയ്യണം. പുള്ളിക്കാരത്തിക്ക് 3 പെൺമക്കളാണ്. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അപ്പം വീട്ടിൽ ആരുമില്ല. പിന്നെ ചേട്ടനാണെങ്കിലും ഇച്ചിരി ഒരു ചെറിയ വയ്യാഴികയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാം കൂടെ എത്തിപ്പിടിക്കാനായിട്ട് ഇവർ രണ്ടും കൂടെ നോക്കിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ ആൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ചേച്ചി ആടിന് പുല്ലിയെത്താൻ പോയിക്കുമായിരിക്കും. അപ്പം ചേച്ചിക്ക് അത് മെഷീൻ നല്ല രീതിയിൽ അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ചേച്ചി പക്ഷേ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മേടിച്ചതല്ല. വാസ്തവം പറഞ്ഞാൽ ചേച്ചിക്ക് ഇട്ട് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ് മേടിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വരാം. അങ്ങനെ ഓർത്തപ്പോൾ ആരെങ്കിലും ഒരു 10 പേർക്ക് വെച്ച് ചെയ്താൽ ചേച്ചിക്ക് ഒരു വരുമാന മാർഗ്ഗം ആവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചേച്ചി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു വാടക വീടൊക്കെ റൂമൊക്കെ സംഘടിപ്പിച്ചപ്പോഴത്തേനും ആ വാടക റൂമിന് 5000 രൂപ, പിന്നെ വയറിങ്ങും കാര്യങ്ങളും അങ്ങനെ എന്നാണ്ടെല്ലാം ചെയ്തു. പുള്ളിക്കാരത്തേക്ക് ഇച്ചിരി എക്സ്ട്രാ ചിലവൊക്കെ ആയി. പക്ഷേ അതിനുള്ള ഒരു വരുമാനം ചേച്ചിക്ക് കിട്ടാൻ തുടങ്ങിയില്ല. അപ്പോഴത്തേനും ചേച്ചിക്ക് ആകെപ്പാടെ സങ്കടവും വിഷമമൊക്കെ എൻ്റെ കൊച്ചേ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ആയിപ്പോലോടി ഇത്. അപ്പം നമ്മുടെ കണ്ണൻ്റെ അമ്മ ശ്യാമള ചേച്ചി പോയിട്ടുണ്ടായിരുന്നു പാലായിൽ പോയി. ചേച്ചിക്ക് 10 ദിവസം 15 ദിവസം പോയപ്പോഴത്തേനും ചേച്ചിക്ക് നന്നായിട്ട് വ്യത്യാസമായി. അപ്പോഴത്തേനും കണ്ണൻ എന്നോട് ചോദിച്ചു, സിന്ധു ആൻറ്റി അതെങ്ങനെയുണ്ട്, നല്ലതാണോ? അമ്മയ്ക്ക് ഇപ്പോൾ കുറവുണ്ടെന്നുണ്ട്. അമ്മ ബെൽറ്റ് കെട്ടാതെ ഒരു അടി നടക്കുന്നില്ലായിരുന്നു, ഇപ്പം ബെൽറ്റൊന്നും കെട്ടുന്നില്ല, നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോനെ നല്ലതാടാ, ഇങ്ങനെ ഈ ചേച്ചി മേടിച്ചു, ആ ചേച്ചിക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചേച്ചിക്ക് കൊടുത്താൽ കൊള്ളാമെന്നുണ്ടടാ, കൊച്ചെ മേടിക്കാൻ പറ്റുമെങ്കിൽ നീ മേടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്ര വലിയ കാര്യത്തിൽ ഓർത്തില്ല കേട്ടോ അവൻ വാങ്ങിക്കുന്നത്. പക്ഷെ അവൻ വാങ്ങിച്ചു കേട്ടോ. അതാണ് അവൻ്റെ അമ്മയോടുള്ള അവൻ്റെ സ്നേഹം. അത് അമ്മയോട് മാത്രമല്ല കേട്ടോ, എന്നെയും ചേട്ടാനെയൊക്കെ അതിനകത്ത് അവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേദന മാറുവാണെങ്കിലും മാറട്ടെ എന്ന് കരുതി അവൻ ഇന്നലെ വൈകിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ലേഖ ചേച്ചി തന്നെ അത്ഭുതമായിപ്പോയി. ഇന്നലെ വൈകിട്ട് കണ്ണൻ ലേഖ ചേച്ചിയുടെ അടുത്ത് ആ മെഷീൻ മേടിച്ച് 1-2 രൂപയുടെ സാധനമുണ്ട്, അല്ല 2,86,000 രൂപയുടെ സാധനമാണ്. അത് മേടിച്ചിട്ട് ചേച്ചി വലിയ ഉപയോഗിച്ചൊന്നും ഇല്ലല്ലോ. ഞാനും 1-2 പേരൊക്കെ ആ മെഷീനെ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചേച്ചി കൊടുത്ത വിലയ്ക്ക് തന്നെ ആ ചേച്ചി കൊടുത്തത്. വേറെ എക്സ്ട്രാ കുറച്ച് അത് പൈസയൊക്കെ ചിലവായല്ലോ ചേച്ചിക്ക്. വാടകയ്ക്ക് കൊടുത്തതും പിന്നെ വയറിങ് ചെയ്തതും അങ്ങനെ കുറച്ച് പൈസ ചേച്ചിക്ക് ചിലവായി. ആ പൈസ ഒഴിച്ച് ഈ മെഷീൻ്റെ ഫുൾ എമൗണ്ടിന് തന്നെ കണ്ണൻ വാങ്ങിച്ചു. അപ്പോൾ ഇന്നലെ വൈകിട്ട് കൊണ്ടുപോയി കടയുടെ മണ്ടയിൽ ഒരു റൂമുണ്ട്, ഒരു സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ ഈയിടെ ആ സ്റ്റുഡിയോ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയി എല്ലാം സെറ്റാക്കി. സത്യം പറയാമല്ലോ, മാതാവിൻ്റെ അത്ഭുതം എന്നല്ലാതെ ഇതിനൊക്കെ എന്നാ ഞാൻ പറയണ്ടേ. ചേട്ടായിയും കണ്ണനും അങ്ങനെ 3-4 ഫ്രണ്ട്സ് എല്ലാം കൂടി ഇന്നലെ വൈകിട്ട് ഓരോരുത്തരും മിഷനെ മാറി കയറി. അപ്പോൾ കണ്ണനെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. കണ്ണനെല്ലാം ആദ്യമുള്ളവർക്ക് സ്റ്റാൻഡേർഡ് മോഡാണ്, അതൊക്കെ ഇട്ട് കണ്ണൻ ഏതായാലും കൊടുത്തു. ചേട്ടായി ഇവിടെ വന്നപ്പോൾ എന്നോട് വൈകിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടായി വൈകിട്ട് വന്നിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ കിടക്ക് വന്നപ്പോൾ കണ്ണൻ പറഞ്ഞു, മാമനൊന്ന് വന്നേ, എനിക്ക് അത്യാവശ്യമായിട്ട് നമുക്കൊരു വഴി വരുമ്പോൾ ഈ തൊട്ടടുത്ത മാമ എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഈ വിഷയം മേടിക്കാനാണ് എന്ന്. അപ്പം ഒരു സർപ്രൈസ് തന്ന മാതിരി ആയിപ്പോയി ഞങ്ങൾക്കും. എന്നിട്ട് അവൻ ഇന്നലെ ചേട്ടാനെ കയറ്റി, മിഷനിലൊക്കെ കയറ്റി. കണ്ണനും അവരുടെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ കയറി. അപ്പോൾ എൻ്റെ ഇതിൽ ചേട്ടായി ഇവിടെ വൈകിട്ട് വന്നിട്ട് പറഞ്ഞു, എടി ഞാൻ ആ മെഷീനെ കയറി, എനിക്ക് കൈക്കും കാലിനും ഒക്കെ ഭയങ്കര ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ദൈവമേ എൻ്റെ മാതാവെന്ന് ഞാൻ ഓർത്തു. പൊന്നുമോൻ അത് മേടിക്കാൻ തോന്നിയതും പിന്നെ ചേട്ടായിക്ക് അതിനെ കിടത്താൻ തോന്നിയതും ഒക്കെ ഒരു ഭയങ്കര അത്ഭുതം മുളക്ക് തന്നെ തോന്നി കേട്ടോ. അപ്പം ഒത്തിരി വ്യത്യാസം ചേട്ടായിക്കും തോന്നി. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞു രാവിലെ മുതൽ അവിടെ വന്ന് കുറച്ച് സമയം ഇരുന്നോണം,
സെൻറ്ററിൽ ആരെങ്കിലും ഒക്കെ വരുന്നവർക്ക് ആ മോടൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് ദിവസത്തിന് ഇതുവരെ വരണം. പിന്നെ അമ്മയും വരും, അവൻ്റെ അമ്മ ശ്യാമള ചേച്ചിയും വരും. പിന്നെ അത്യാവശ്യം ഈ ചേച്ചിയുടെ അടുത്ത് 2-3 പേര് വരുന്നുണ്ടായിരുന്നു ഈ 2-3-4 ദിവസമായിട്ട്. അപ്പോൾ അവരും വരും. അപ്പോൾ അവർക്കൊക്കെ ഈ മോടൊക്കെ ഇട്ട് കൊടുക്കണം. ആൻറ്റി രാവിലെ തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ പോയിട്ടുണ്ട്. രാവിലെ എന്ന് വെച്ചാൽ ഇന്ന് പോയത് 10 മണിയായപ്പോഴേ ലേഖ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. 10 മണിയായപ്പോൾ പോയി. ഞാനും മിഷനിൽ കിടന്നു. വേറെ 3-4 പേര് വന്നു, അവർക്കൊക്കെ വെച്ച് കൊടുത്തു. ലേഖ ചേച്ചിയും കിടന്നു, ശ്യാമള ചേച്ചിയും കിടന്നു. അങ്ങനെ ഞങ്ങൾ മിഷനിലൊക്കെ കയറിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ടൗണിലോട്ട് ഇപ്പോൾ ലേഖ ചേച്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടോട്ട് ഉപ്പുകാരാന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ പിന്നെ 50 രൂപ കൊടുക്കണം. പിന്നെ നമുക്ക് കയറുന്നതിനുള്ള പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ എക്സ്ട്രാ ചിലവാന്ന് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിപ്പോൾ ടൗണിൽ തന്നെയാണ്. കണ്ണൻ്റെ കടയുടെ നേരെ മുകളിൽ, നമ്മുടെ ചേട്ടായി നിൽക്കുന്ന കടയുടെ നേരെ മുകളിൽ തന്നെയാണ് ദേവു ബേക്കറിയുടെ മുകളിൽ. അപ്പം പിന്നെ എന്താ പറയുന്നത്, ആവശ്യമുള്ളവർക്കൊക്കെ വന്ന് നമുക്ക് എന്നാ ആയുസ്, ആരോഗ്യം, സന്തോഷം അല്ലേ? ആയുസ് ഉണ്ടെങ്കിൽ ദീർഘായുസ്, മനസ്സമാധാനം, സന്തോഷം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലുകളിൽ കൂടെ കയറി ഇറങ്ങി നമ്മൾ ഉള്ള മരുന്നെല്ലാം കഴിച്ച് നമ്മളൊരു വലിയ രോഗിയായി മാറാതിരിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചേട്ടായിക്ക് ചെവിക്ക് പ്രശ്നം വന്നു. ചേട്ടായി പെട്ടെന്ന് നമ്മുടെ ഇവിടെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആശുപത്രി എന്ന് പറഞ്ഞാൽ കട്ടപ്പന സെൻറ്റ് ജോൺസാണ്. അവിടെ പോയി 2800 രൂപ ഒറ്റ ദിവസത്തെ പൈസയാണ്. 7 ദിവസത്തിനോ 6 ദിവസത്തിനോ അങ്ങോട്ട് ഗുളിക കൊടുത്തു വിട്ടു. ആ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ ആളിങ്ങനെ ഒരു മറിച്ച അവസ്ഥയിൽ അങ്ങനെ അങ്ങ് നടക്കും. പക്ഷെ ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അപ്പം വീണ്ടും തുടങ്ങി ചെവിയുടെ പ്രശ്നം, വേദന. ഒരു ശകലം പോലും ഒരു ആശ്വാസമോ കുറവോ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ പാലായി കൊണ്ടുപോയത്. പാലായി കൊണ്ടുപോയി വേറെ അതിന് മരുന്ന് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മൾ പ്രൈവറ്റിലോട്ടും അല്ലെ ഏതൊരു ആശുപത്രിയിലോട്ടും ആയിക്കോട്ടെ ഓടിപ്പോയി നമ്മൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കും. നമുക്ക് അന്നേരം ഒന്ന് പിടിച്ച് നിർത്തുന്നോണ്ട് നിൽക്കുമോ, ഇതല്ലെങ്കിൽ നമുക്ക് കൂടും. അങ്ങനെയാണ് പ്രശ്നങ്ങൾ. ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ശരീരത്തിന് വീണ്ടും ദൂഷ്യം. പക്ഷേ ഇതിന് ടാബ്ലറ്റെന്നോ മരുന്നെന്നോ ഒന്നുമില്ല. ഈ മിഷനെ കയറിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് യാതൊരു വേറെ ഒരു ശരീരത്തിന് ഒരു പ്രോബ്ലം ഇല്ലേ താനും. ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു യോഗ, ഒരു എന്നാ പറയുന്നത് ചൂട് തിരുമ്മൽ. നമ്മുടെ ഇന്ത്യക്കാരുടെ ഇതാണ് മസാജ് അല്ലേ? മസാജ് ചെയ്യുമ്പം എവിടെയെങ്കിലും നമ്മൾ തിരുമാൻ പോകുമ്പോൾ നമുക്കൊരു 6 മാസത്തിന് വ്യത്യാസമുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി വ്യത്യാസമുണ്ട് നമുക്ക് തിരുമാനൊക്കെ പോകുമ്പോൾ. എനിക്ക് ജയദാസൻ്റെ അടുത്ത് പോയി ഞാൻ തിരുമ്മി കഴിഞ്ഞപ്പോൾ ചവിട്ടി തിരുമ്മി കഴിഞ്ഞപ്പോൾ എനിക്ക് 6-7 മാസത്തിന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ടപ്പന സുവർണഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചേട്ടൻ്റെ അവിടെ പോയി ഞാൻ കിഴി കുത്തി. അതൊക്കെ ചാണ്ട് തുടങ്ങിയതിന് ശേഷമാണ് കിഴിയും കുത്തി. ചാണ്ട് തുടങ്ങുന്നതിന് മുമ്പ് പോയി 3 വർഷം അടുപ്പിച്ച് പോയി കിഴിയും കുത്തി. മറ്റേ നമ്മളെ സ്റ്റീം ബാത്തൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പോഴും ഒരു 6 മാസത്തിന് നമുക്ക് വേദനയും പ്രശ്നവും മാറും. അപ്പോൾ നമ്മൾ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് ഈ മിഷ്യൻ. നമുക്ക് മരുന്നും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ നട്ടെല്ലിനകത്തൂടെയാണ് നമ്മുടെ ശരീരത്തോട്ടുള്ള എല്ലാ ഞരമ്പുകളും കടന്നു പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ആ ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം, ബ്ലഡ് ഇത് എന്നാ പറയുന്നത്, എവിടെയെങ്കിലും ക്ലോട്ടാകുക, കട്ട പിടിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനുമാണ് ഓരോരോ ബ്ലഡ് നമ്മുടെ കറക്റ്റ് സ്ഥലങ്ങളിലോട്ട് എത്താത്തപ്പോഴാണ് നമുക്ക് ഈ മരപ്പും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നതെന്നാണ് അവിടെ പോയി ക്ലാസ് എടുത്തപ്പോൾ കേട്ട കൊച്ചു അറിവുകളാണ് കേട്ടോ. വലിയ പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണത്. എത്രയോ രോഗികൾ അവിടെ വന്നിട്ട് ഓരോ സ്ട്രോക്ക് വന്നേക്കുന്നവർ, അതുകൊണ്ട് തന്നെ ഒരു വശം മൊത്തം സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയവർ, അരയ്ക്ക് താഴോട്ട് തളർന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ വന്ന് പാലായിൽ സിറാജത്തിൽ വന്ന് രക്ഷപ്പെട്ട് എണീറ്റ് സ്റ്റേജിൽ വന്ന് നിന്ന് മൈക്കിനകത്തോട് സംസാരിക്കുന്ന കേട്ട വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ ഒരു മിഷനെ നമ്മൾ കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് വേറുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമുക്ക് കൊളസ്ട്രോൾ കൺട്രോളാകും, ഷുഗർ കൺട്രോളാകും. അതുകൊണ്ട് തന്നെ പിള്ളേർക്കാണെങ്കിൽ സ്റ്റഡി തെറാപ്പി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി നട്ടലിനെ സംബന്ധിച്ച് മൊത്തം. പിന്നെ നമ്മുടെ വെരിക്കോസ് വെയിൻ ഉള്ളതുണ്ട്, കാലിന് ലെഗ് തെറാപ്പി. അങ്ങനെ നമുക്ക് ശരീരത്തിന് നമുക്ക് എവിടെയാണോ വേദനയുള്ളത് അവിടെ നന്നായിട്ട് ചൂട് തന്ന് മസാജ് ചെയ്യുന്ന ഒരു മിഷ്യനാണ് ഈ മിഷ്യൻ. അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉപ്പുകറ ടൗണിലാകുമ്പോൾ വരുന്നവർക്കും അറിയാവുന്നവർക്കും ഒക്കെ വന്ന് ചെയ്യാം. നിസ്സാരം ഒരു ചെറിയൊരു ഫീസേ അവിടെ വെച്ചിട്ടുള്ളൂ. സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മൾ എന്തൊരു സ്കാനിങ്ങോ ഒരു എക്സ്റേയോ ഒരു തെറാപ്പിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 800 രൂപയൊക്കെ വെച്ചാവും ഒരു തെറാപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ. കാരണം ഞാൻ ഈ ഹോം നേഴ്സായിട്ടൊക്കെ പോയപ്പോഴത്തേനും മുട്ട് 2 സർജറി ചെയ്ത് ഒരു അമ്മേനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു ദിവസം പോയി നമ്മൾ ചെയ്യുന്നതിന് അന്ന് എത്ര വർഷം മുമ്പാ 600 രൂപയൊക്കെ ആകുമായിരുന്നു. അത് വലിയൊരു ഹോസ്പിറ്റലാണ്, അത് വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകണമെങ്കിൽ അവരുടേതായ ഇത് അനുസരിച്ച് അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം വലിയ കെട്ടിടം വാടക, അല്ലെങ്കിൽ കറണ്ട് ബില്ല്, അല്ലെങ്കിൽ മിഷീൻ്റെ ഇത്, അങ്ങനെ പിന്നെ ജോലിക്കാരുടെ ശമ്പളം, ഇതെല്ലാം നമ്മളിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അല്ലേ?
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പുറത്തൊരു ഹോസ്പിറ്റലിലോ കാര്യങ്ങളിലോ ഒക്കെ പോയാലേ. ഇതിപ്പം ചെറിയ കുഞ്ഞൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ എമൗണ്ടിന് ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ആ ഒരു എമൗണ്ട് തന്നെ മേടിച്ചാൽ മതി ആൻറ്റി, നമുക്ക് വേദന മാറട്ടെ. കാരണം എൻ്റെ അമ്മേനെ കൊണ്ട് ഞാൻ ഈ ലോകം മൊത്തം നടന്നു, എന്നിട്ട് അമ്മയ്ക്ക് വേദന മാറുന്നില്ലായിരുന്നു. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് മിഷനെ കയറിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും, അമ്മമാർക്ക് അച്ഛന്മാർക്ക്, ഈ വേദന ഉള്ളവർക്കൊക്കെ ഒരു വേദന മാറട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ള ആൻറ്റി എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു നല്ല മനസ്സാണ് കേട്ടോ കണ്ണൻ്റെ. സത്യം ഞാൻ പറയാം, ചേട്ടാനെ ആണെങ്കിലും വൈകുന്നേരം കാണുമ്പോഴത്തേനും അവൻ്റെ ആ കയറിയെത്തും പരിപാടിയൊക്കെ. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു രാവിലെ വന്ന് ആൻറ്റിക്ക് ഇവിടുത്തെ ആൾ ഫ്രീ ആകുന്നതനുസരിച്ച് ആൻറ്റി കയറിക്കണം, മാമൻ കയറണം, അങ്ങനെ ഞങ്ങൾക്കൊരു ഇതും കൂടെ പറഞ്ഞു തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നതാണ് ഞാനിപ്പം. അപ്പം ഞാനും ഇന്ന് മിഷനിലൊക്കെ കയറിയിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഒരു കുറച്ച് ദിവസത്തേന് ഞാൻ രാവിലെ വന്ന് ചെല്ലണമെന്നൊക്കെയാണ് അവൻ്റെ ഓർഡർ. അപ്പോൾ അവൻ ഓർഡർ ഇട്ടാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. മകനെ പോലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നാളെ മുതൽ രാവിലെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇന്നിപ്പം 2:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. കാരണം ഉച്ച കഴിഞ്ഞ് ഇനി ആളുണ്ടോ ഫ്ലെക്സ് ഒന്നും വെച്ചില്ല. ഇന്നലെ വൈകിട്ട് ആ ഒരു റൂമിനകത്ത് കൊണ്ടേ ഇട്ടതല്ലേ ഉള്ളൂ. അപ്പം നമ്മളൊന്നും ഇതായില്ലല്ലോ, ഒന്ന് ഓർഡറായി വരണമെങ്കിൽ 2-3 ദിവസം പിടിക്കും. അത് കഴിയുമ്പോൾ മുതൽ ആളുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് സമയം പോയി ഇരിക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കും അതൊരു ഉപകാരപ്രദമല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു രീതിയിൽ നല്ലൊരു സംരംഭമായി മാറട്ടെ എന്ന് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചേരെ. കാരണം മനുഷ്യന് ഏറ്റവും വലിയൊരു ഇതാണെന്നേ, ഒന്നും വേണ്ട, നമുക്ക് സാധാ റേഷനരിയും കാന്താരി സംബന്ധിയും മതി. സമാധാനവും വേദനയും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും വേദനയാണ് നമ്മളെ തളർത്തി കളയുന്നത് അല്ലേ. വേറെ കുറേ സ്വത്തുകളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല, നമുക്ക് വേദനയാണ്. എന്നെ ചെയ്യാൻ പറ്റും? എവിടെ പോയാലും നമുക്ക് വേദന മാറ്റാനും പറ്റത്തില്ലാത്ത ഇതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്ന് വേദനയുള്ളതൊക്കെ എല്ലാവർക്കും ഒക്കെ ഒരു സമാധാനവും ശാന്തിയൊക്കെ ആ ഒരു സെൻറ്ററിൽ നിന്ന്, നമ്മുടെ കണ്ണൻ്റെ പേരിട്ടിട്ടില്ല, പേരിട്ട് കഴിയുമ്പോൾ പറയാം, ആ സെൻറ്ററിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തേരെ കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ബൈ. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ മുറ്റത്തൂടെയൊക്കെ ഒരു നടപ്പുണ്ട് കേട്ടോ. അപ്പം അതേ ഒരു കപ്പളങ്ങ ഉണ്ടായിരുന്നു ചെനച്ചത്, അതൊക്കെ പറിച്ചുകൊണ്ട് വരുമോ. ഞാൻ പറഞ്ഞ കപ്പളം വെട്ടി കൂടെ കളഞ്ഞേക്കാം, വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുണ്ടല്ലോ ഉണ്ടാകത്തില്ല വെറുതെ. അപ്പോൾ വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. അതൊക്കെ ചേട്ടായി വെട്ടിയിട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. രാവിലെയാണ് ഈ എല്ലായിടത്തും കോഴിയുടെ അടുത്തൂടെ ഒക്കെ ഒന്ന് കറങ്ങും രാവിലെ എണീറ്റ്. അതൊരു ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടോടി മാങ്ങ മാതിരി ഇരിക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തരുവാണേ. ചെനച്ചതേ ഓൾറെഡി നാളെ ആകുമ്പോഴത്തേനും ഞാൻ നന്നായിട്ട് പഴുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെനച്ച് കറുമുറാന്ന് കടിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇനി കോഴിയുടെ അടുത്തോട്ടൊക്കെ ഒന്ന് പോവാം. കോഴിയുടെ അടിയുണ്ടല്ലോ, ഈ പന്നിയിൽ കുത്തുവന്നേ, വിഷമൊക്കെ വെച്ചിട്ടും നമ്മൾ അറക്കപ്പൊടിയൊക്കെ ഇട്ട് എന്തേരം വൃത്തിക്കിട്ടിട്ടും ശരിയാകുന്നില്ല. കുത്തുക, പോയി നോക്കുക താഴത്തേറെ മുറ്റത്തോട്ട് മണ്ണ് പോകുന്നുണ്ടോന്നേ. പക്ഷെ അല്ല, നമ്മുടെ ഇവിടോട്ട് തന്നെ കണ്ട് കുത്തി ഇടുക. ഓരോ ദിവസം കല്ലിട്ടൊക്കെ ഞാൻ അടുപ്പിച്ച് തറപ്പിച്ചൊക്കെ നോക്കും. പക്ഷേ എവിടെ പിന്നെയും പിറ്റേ ദിവസം എലി അത് തന്നെ പരിപാടി. രാവിലെ അലക്കാനൊക്കെ ഇട്ടു. പാലായിൽ നിന്നൊരു വിഷയം മേടിച്ചു നമ്മുടെ ലേഹ ചേച്ചി. അതിപ്പോ നേരെ നമ്മൾ എവിടോട്ട് കൊണ്ടത് ചേച്ചി? ടൗണിലോട്ട് കൊണ്ടത്. അതെ, നമ്മുടെ കണ്ണൻ അതങ്ങ് മേടിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്യാമ ചേച്ചിക്ക് കണ്ണൻ്റെ അമ്മയ്ക്കും ഇതേപോലെ തന്നെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ പാലായിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മിഷൻ മേടിച്ചേക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ചേച്ചിക്ക് ഇത് ഗുണം കിട്ടാഞ്ഞിട്ട് കൊടുത്തതല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് സമയമില്ല. ആട്, പശു, പറമ്പ്, സമയമില്ല. കൂടെ ഒരു കെട്ടിയോരും, അതാണ് ഇറച്ചിയും പിന്നെ ഒന്നും തിന്നത്തില്ല. അപ്പോൾ വേറെ എക്സ്ട്രാ കറി വെക്കണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചേച്ചിക്ക് ബുദ്ധിമുട്ടായി. പിന്നെ വേറെ തന്നെ മിഷൻ വന്നുകൊണ്ട് നമുക്കൊന്ന് കയറാമല്ലോ. ചേച്ചി അതുകൊണ്ടാണ് കേട്ടോ സന്തോഷത്തോടെ. അതെ, ശ്യാമളൻ കണ്ണൻ്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് മേടിച്ചാ. അതെ, എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കട്ടെ. അതെ അതെ, ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അതെ അതെ, സിറാജ് മിഷൻ മേടിച്ചാൽ നല്ലതാണ്. നമുക്ക് ടാബ്ലറ്റ് ഒന്നും കഴിക്കണ്ട, ഇംഗ്ലീഷ് മരുന്നൊന്നുമില്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് ഏത് അസുഖത്തിനാണെങ്കിലും ഇത് കയറിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതുമില്ല. പിന്നെ കമ്പി സർജറി ഒക്കെ ചെയ്ത് കമ്പിയൊക്കെ നട്ടലിനോ കാലിനോ ഒക്കെ ഇട്ടവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയല്ല. എന്തോ ആണോ? ആനിമ ചേച്ചിട്ടൊന്നും നമ്പർ എടുത്തില്ല. കണ്ടോ, നമ്മുടെ വേറൊരു ചേച്ചി വന്ന് മിഷനെ കയറിയിട്ട് ഇതേ കിടപ്പുണ്ട് കേട്ടോ, മാറ്റയില്. അതുകൊണ്ട് തന്നെ ഒരു ചേട്ടൻ വന്ന് കയറുന്നുണ്ട്. ഈ ചേച്ചിയും ചേട്ടനൊക്കെ നമ്മുടെ ലേഖ ചേച്ചിയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള നല്ല ഇവിടെ. അപ്പോൾ ഇവർ ലേഖ ചേച്ചിയുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആങ്ങളെയും പെങ്ങളൂടെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. നമ്മുടെ തറവാട് വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ചേട്ടനൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ വേദന ഉള്ളവരൊക്കെ വന്ന് കയറി സുഖപ്പെടുത്തട്ടെ.
പിന്നെ ലേഖ ചേച്ചി എനിക്ക് ഭയങ്കര ക്ലാസ് ഇറക്കി കേട്ടോ. ഞാൻ വന്നോണം, രണ്ടുപേരുടെ ഓർഡറാണ്. ഞാൻ വന്നോണം, എല്ലാവരുടെയും വേദന മാറ്റി കൊടുത്തോണം, തൂത്ത് കൊടുത്തോ, ഇതെല്ലാം കയ്യാലൊക്കെ തൂത്ത് കൊടുത്തോണം. എൻ്റെ അതേ മതി. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് നോക്കാം. ഒരാൾക്ക് ഒരു എന്നാ പറയുന്നത്, ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന, ഒരാൾക്ക് വേദന മാറ്റാൻ പറ്റുന്ന പറയാൻ പറ്റത്തുള്ളൂ. അത് ശരിയാടാ കൊച്ചെ. ഞാൻ എത്ര അറിയത്തില്ല, അത് സത്യം. 10 ദിവസം പോയപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ എമൗണ്ടിട്ട് മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് അവർ വിചാരിച്ചത്. കാരണം അതേ കണക്ക് കാശ് ചിലവാക്കി, എവിടെയെല്ലാം കൊണ്ടുപോയി, ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി, തിരുമ കിഴികുത്ത് എന്ന് വേണ്ട എല്ലാം ചെയ്തു. പക്ഷെ ഒന്നും പറയുന്നില്ല. അതെ. അപ്പൊ ചേച്ചി ഇവിടെ കൊടുത്തത് എന്നാന്ന് വെച്ചാൽ ഉപ്പാറയാണല്ലോ, എനിക്കൊന്നും ചെയ്യാലോ. രണ്ടുപേരും വന്ന് സുഖിച്ച് കിടക്കുന്നുണ്ടോ, കണ്ടോ? ഇവനാണെങ്കിൽ കണ്ണ് പോലും കാണാൻ വയ്യ. ഇവൻ കണ്ടതാണ്. പിന്നെ കണ്ണ് വരെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവന് അടുത്ത് ചെന്നാലേ അറിയത്തുള്ളൂ അടുത്ത് ചെന്നിട്ടുണ്ടെന്നുള്ളത്. മീനൊക്കെ വെട്ടുമ്പോഴത്തേക്കൊക്കെ തൊട്ടടുത്തൊന്നും വിട്ടു കൊടുത്താൽ ചിലപ്പോൾ കാണത്തില്ല. പിന്നെ തപ്പിയൊക്കെ പിടിക്കുന്നതാണ്. മറ്റേത് അയ്യോ എന്നോ ഉറക്കമൊന്നും നോക്കിയാൽ നല്ല സുഖിച്ച് വന്നുറങ്ങും. എന്നാന്നോ ഇച്ചിരി വലിയ ഓവർ വെയിലില്ലായിരുന്നു ഇന്ന്, ചെറിയൊരു വെയിലും. അപ്പോൾ ആ വാർക്ക് ഇച്ചിരി ചൂടുണ്ടല്ലോ, അങ്ങനെ സുഖത്തെ കിടന്നുറങ്ങുക കേട്ടോ. നമുക്കൊന്ന് ചിന്ന എണീപ്പിച്ച് നോക്കാവേ. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവന് കണ്ണ് കാണാൻ പറ്റില്ല. ഉണ്ടോ ഉണ്ടോ, ഓടടി കേട്ടമ്പി. ഉണ്ടോ, പോകുന്നുണ്ടോ? എന്താ ദൈവമേ, അയ്യോ നിന്നെ ഓടിച്ചോടിയും ചോദിച്ചാണ്ട് പുറകെ പോകുന്നു. എന്താ ദൈവമേ ഭയങ്കര. അപ്പോൾ കടയിൽ നിന്ന് വന്നിട്ടൊന്നായി കേട്ടോ. അപ്പോൾ സെൻറ്ററിലൊക്കെ പോയിട്ട് വന്നു. ഇത് രാവിലെ ചേട്ടായി ഇത് കണ്ടോ പല്ല് തേക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ട് നോക്കിയപ്പോൾ തന്നെ എടി കപ്പളങ്ങ പഴുത്ത് കിടക്കാമെന്ന് പറഞ്ഞ് പറിച്ച് തന്നിട്ട് പോയതാ. വലിയ ഒന്നും പഴുത്തിട്ടില്ല. ചെനച്ച് കേട്ടോ. അപ്പം സമയം 2:30-2:45 ഞാൻ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി, ഷോളൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് എന്നാൽ എന്തെങ്കിലും ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് വെള്ളം ചൂടാക്കി ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ മെഷീനെ കയറുമ്പോഴത്തേനും നന്നായിട്ട് വിയർക്കും, നമ്മുടെ ശരീരമേ നന്നായിട്ട് വിയർക്കണം. അതാണ് ഞാൻ പറഞ്ഞ കൊളസ്ട്രോളും ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ആ മെഷീനെ കയറാൻ പോകുന്നവരെല്ലാവരും ഒരു കുപ്പി വെള്ളവും ഒരു ബെഡ്ഷീറ്റ്, 2 ബെഡ്ഷീറ്റും കൊണ്ടുപോകണം കേട്ടോ. ഒരു ബെഡ്ഷീറ്റ് മെഷീനെ വിരിച്ചിട്ടാണ് കിടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ മൂടി പുതച്ച് കിടക്കണം. അപ്പം നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഇത്രയായപ്പോഴത്തേനും എന്നോട് ചേട്ടായി ഞങ്ങൾക്ക് സോഡാ നാരങ്ങകളൊക്കെ കൊടുത്തോണ്ട് തന്നു കേട്ടോ. അപ്പോഴത്തേനും ലേഖ ചേച്ചി ഇങ്ങ് പോകുന്നായിരുന്നു, ലേഖ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ എന്നാൽ നിങ്ങൾ ശ്യാമള ചേച്ചിയും നീയും കുടിച്ചോന്ന് പറഞ്ഞ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് തന്നേ, സോഡാ നാരങ്ങകളൊക്കെ എടുത്തോണ്ട് തന്നു താഴെ കടയിൽ നിന്നേ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോരാ സമയത്ത് എന്നോട് ചേച്ചി ആകുന്ന പോകുന്നു പറഞ്ഞു. സിന്ധു എന്തിനും കഴിച്ചിട്ട് പോയാൽ മതി, കഴിച്ചിട്ട് പോകുന്നു. ആ കടയിലോട്ട് അവർ അത്രയും പേർക്ക് ചോറ് കൊണ്ടിരുന്നുണ്ട്. ആ കൂടത്തിൽ ഞാനും കൂടെ എന്തെന്തിനാ ശല്യം ചെയ്ത്, അതെല്ലാം ചോറ് എനിക്ക് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട ചേച്ചി ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. വണ്ടി നമ്മുടെ ഇവിടെ നിന്ന് ഇറക്കാൻ വലിയ എല്ലാവരും ഒന്നും ഇറക്കാൻ തുടങ്ങിയില്ല, വാർക്ക കഴിഞ്ഞുകൊണ്ടേ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ശകല ഇടയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ വണ്ടിയും കൊണ്ടുപോയില്ലായിരുന്നു. പിന്നെ ഞാൻ നടന്നിങ്ങി പോന്നു. ഇച്ചിരി നടക്കുമ്പോഴത്തേനൊക്കെ മടുപ്പാ. പിന്നെ ഞാൻ നടന്നിങ്ങി പോന്നു, ഓട്ടോയൊന്നും വിളിക്കാൻ പോയില്ല. അപ്പം വന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇവനെ ഒന്ന് ചെത്തി നോക്കാം, കഴിക്കാം. 2 കപ്പ് വെള്ളം വന്നതേ എടുത്ത് കുടിച്ചു. അതുകൊണ്ട് വലിയ വിശക്കൊന്നൊന്നുമില്ല. ആ മെഷീനെ കയറുന്നതിന് മുമ്പായിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ മെഷീനെ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മെഷീനിൽ നിന്ന് ഇറങ്ങിയാലും വെള്ളം കുടിക്കണം. കാരണം നമ്മുടെ ശരീരത്തിന് അതുപോലെ ചൂട് കിട്ടും ഇതിൽ നിന്നേ. അപ്പം നമ്മൾ വിയർക്കും. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. വെള്ളം ആണല്ലോ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനമല്ലേ വെള്ളം. നമ്മളൊക്കെ എല്ലാവരും വെള്ളം കുടിക്കുകയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. അപ്പോൾ ഇത് കഴിയേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. അതേ കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നോക്കട്ടെ മധുരം ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ അല്ലേ. കുഞ്ഞാണെങ്കിലും ഞാൻ നട്ടുവെച്ചല്ല കേട്ടോ. അത് അവിടുന്ന് ആ മുകളിലത്തെ കപ്പളത്തേന്ന് വീണ് കിളുത്തതാണ്. പക്ഷെ കുറേ തൈകളുണ്ടായിരുന്നു. കുറേ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറിച്ച് മാറ്റി നട്ടിട്ട് അതൊന്നും കിളുത്തില്ല. ഒരെണ്ണം നന്നായിട്ട് കിളുത്തു. അത് പക്ഷേ ആൺകപ്പളമായിരുന്നു. ഇതാകത്തില്ല. ഉഷേജി ഒന്നും പറഞ്ഞിടി അത് വെട്ടിക്കളയാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചേട്ടായിക്ക് ഇഷ്ടമാണ് കേട്ടോ കപ്പളങ്ങ. അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ ഒരു ചെനച്ച വരുവാണെങ്കിൽ അമ്മൂനും ഭയങ്കര ഇഷ്ടമാണ്. നോക്കട്ടെ. മധുരമൊക്കെ ഉള്ളു കേട്ടോ.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കേട്ടോ. പുട്ടായിരുന്നു രാവിലെ, പുട്ടുണ്ടാക്കിയത് എനിക്ക് ഉച്ചക്കത്തേനോട് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. ഉച്ചയല്ല 4 മണിയായി, 2:30 3 ഞാൻ വന്നപ്പോഴും. പിന്നെ എല്ലാം ഒന്ന് ഫ്രഷായി ഇച്ചിരി നേരം വീഡിയോയുടെ കമൻറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി, പിന്നെ എന്നാ പറയുന്നത്, ഇച്ചിരി നേരം മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കപ്പളങ്ങയും ചെത്തി കഴിച്ചു. ഇനി പോയി വെള്ളം ചൂടായി, ഇനി പോയി കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. അങ്ങനെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു. കപ്പ ചേട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പുഴുങ്ങി. പിന്നെ മുളക് സമ്മന്തി ഉണ്ടാക്കി, വെട്ടി ചെണ്ട പുഴുങ്ങുക എന്ന് പറയും ഇവിടെ കേട്ടോ. അങ്ങനെ പുഴുങ്ങി മുളക് സമ്മന്തി ഉണ്ടാക്കി. ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട് വെട്ടി വെള്ളത്തിൽ ഇട്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പോയത്. പിന്നെ ചോറും വെച്ചു, പിന്നെ പരിപ്പ് കറി വെച്ചു. അപ്പോൾ അത്രയും മതി. മീൻകറി ചേട്ടായിക്ക് മടുപ്പാണ്, ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് മീൻകറി ലേശം ഇരിപ്പുണ്ട്, അതിന് ഞാൻ തന്നെ കൂട്ടി തീർക്കണം. എന്നെ ചെയ്യാൻ നമ്മൾ വെച്ച് പോയില്ലേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോയുടെ കമൻ്റ് ഒന്ന് നോക്കിയേ. ഈ വീഡിയോ ഇന്ന് നാളെയല്ലോ വരുന്നത്. അപ്പം വെള്ളിയാഴ്ച ഞാൻ ഇട്ടത് വീഡിയോയുടെ കമൻറ്റ് ഒന്ന് നോക്കി കേട്ടോ. കമൻറ്റ് നോക്കിയപ്പോഴത്തേനും അതിനകത്ത് എന്തോ ഇൻ്റർവ്യൂവിൻ്റെ ഇതും അതുപോലെ തന്നെ എന്നാ പറയുന്നത് ഒരു വീഡിയോയുടെ ലിങ്കും ഒക്കെ വേറൊരു ഏതോ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, ഒരാൾ ഇട്ടിട്ടുണ്ട്. എനിക്കൊരു കാര്യം, ഞാൻ ഒരു പ്രാവശ്യം ഒരിക്കലൊന്ന് പറഞ്ഞതാണ്, ദൈവത്തെ ഓർത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന, ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നില്ലാത്ത, കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്ത ചിലരുടെ കാര്യങ്ങൾ ദൈവത്തെ ഓർത്ത് എൻ്റെ ഈ ചാനലിൽ ഇടരുതേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻ്റായിട്ടാണേലും ഓരോരുത്തരുടെ പേര് പോലും മെൻഷൻ ചെയ്തിടരുതേന്ന് ഞാൻ താഴ്മയായിട്ട് പറയാം. കാരണം നമ്മൾ കോടതിയെ ബഹുമാനിക്കണം അല്ലേ. നിലവിൽ കേസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ആർക്കെങ്കിലും അറിയത്തില്ല, ഈ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം അറിയാം നമ്മുടെ കാര്യങ്ങൾ മൊത്തം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അല്ലാണ്ട് ഈ കമൻ്റ് ഇട്ട വ്യക്തിയോട് ഒരു ഇതും ഉണ്ടായിട്ടല്ല, ആരാ എവിടെ ഇരുന്നാ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളോട് നിങ്ങൾ ചെയ്തത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ കോടതിയെ ബഹുമാനിക്കണം. കാരണം 10-38 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോടതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഉദ്യോഗസ്ഥൻ എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ, ആൾ തന്നെ എഴുതി കുറേ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആരെക്കുറിച്ചും മോശമായിട്ട് പറയില്ല. നമ്മുടെ ഒരു കൂട്ടരുടെയും ചാനലിനകത്ത് മോശം കമൻസ് വന്നാൽ ഇട്ടേക്കത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസിനെ കുറിച്ചോ കാര്യങ്ങളോ ഒന്നും പബ്ലിക്കിൽ വന്ന് പറയില്ല. കാരണം ഇത് കോടതിയിൽ ഇങ്ങനെ എഴുതി വെച്ചതാന്ന് പറഞ്ഞു ആൾ തന്നെ എഴുതി വെപ്പിച്ചിട്ട് എൻ്റെ ഈ കൈ കൊണ്ട് എന്നെ സൈൻ ചെയ്യിപ്പിച്ചു. എതിർ കക്ഷികളെ കൊണ്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം എനിക്ക് ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ള അഥവാ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്ന് അപ്പം തന്നെ ഞാനത് സ്പോട്ടിൽ ഡിലീറ്റ് ആക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുമോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ചിലപ്പോൾ നെറ്റ് ഇല്ലാതെ വരുമോ, അങ്ങനെങ്ങാനും ഒക്കെ ആയി കിടക്കുമോ, അങ്ങനെങ്ങാനും ഏതെങ്കിലും പഴയ വീഡിയോസൊക്കെ നമ്മൾ എന്നും എടുത്ത് നോക്കില്ല, അങ്ങനെങ്ങാനും കിടപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും എൻ്റെ കണ്ണിൽ കാണുന്ന അന്നേരം തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി കളയും. കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കേൾക്കാനും കാണാനും ഒന്നും. അതുകൊണ്ട് തന്നെ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം വന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. നമ്മൾ കോടതിയെ ബഹുമാനിക്കണമല്ലോ. നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അവിടെ വെച്ചേക്കുന്നത്, അത് അവിടെ തന്നെ രേഖയായിട്ട് കോടതിയിലുള്ളതാണ് അല്ലേ. അപ്പം കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്നും പബ്ലിക്ക് അത് ഒരു 38 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോടതിക്കകത്തുള്ള ഒരു വക്കീൽ സാറ് പറഞ്ഞ് എഴുതിപ്പിച്ച് വെച്ച കാര്യമാണ്. അത് എൻ്റെ കയ്യിലും ഉണ്ട് ആ പേപ്പറിൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് പുറത്ത് അങ്ങനെയൊന്നും കാണിക്കാനായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പിന്നെ ഞാനിപ്പം നിങ്ങളിപ്പോൾ ആരാണോ ആ വ്യക്തി കമൻറ്റ് ഇട്ടു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ ആ കമൻറ്റ് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആരുടെ ആണെങ്കിലും ഞാൻ ഡിലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം വന്നാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരത് ഡിലീറ്റ് ആക്കിയല്ലോ, കണ്ടോ അതിട്ടില്ലല്ലോ, അങ്ങനെയുള്ള ഒരു വിഷമം നിങ്ങൾക്കും വരും. ഡിലീറ്റ് ആക്കുമ്പോൾ ദൈവമേ അവരെന്നെ സ്നേഹത്തോച്ചിട്ടാണല്ലോ ഇത് ഇടുന്നതെന്നുള്ള ഇത് വയ്ക്കുമ്പോൾ എനിക്കും ഒരു സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം ദൈവത്തിന് അറിയാമല്ലോ, തമ്പുരാൻ അറിയാമല്ലോ എല്ലാം. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയുള്ള നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ദൈവത്തെ വർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറ്റമായിട്ട് പറയല്ല, ഇപ്പോഴും ഞാൻ താഴ്മയോടെ ഞാൻ പറയാണ് കേട്ടോ. ഇതിന് കമൻ്റ് ഇട്ട ആൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ കമൻ്റ് ഇട്ട വ്യക്തിയെ കുറ്റം പറയുമൊന്നുമല്ല. നിങ്ങളൊക്കെ കണ്ടത് മനസ്സിലുള്ളത് കൊണ്ടും എന്താ പറയുന്നത്, നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ നന്മ ഇരുന്ന് വീണ്ടും വീണ്ടും നമ്മൾ പട്ടിയെ പൂച്ചയാക്കുന്ന മാതിരി ഇരുന്നുകൊണ്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നതിൻ്റെ സത്യാവസ്ഥയാണ് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ദയവ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടരുത്. എന്നാന്ന് ചോദിച്ചാൽ കോടതിയെ നമ്മൾ ബഹുമാനിക്കണം, പേടിക്കണം, തമ്പുരാനെ നമ്മൾ പേടിക്കണം, ബഹുമാനിക്കണം, ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. കാരണം
വേണ്ട. നമുക്ക് നമ്മുടേതായ ഹാപ്പിനെസ്സും നമ്മുടേതായ സന്തോഷവും നമ്മുടേതായ പോസിറ്റീവും ഒക്കെ മതി. നമ്മൾ വളരെ മോശത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കോട്ടെ. അത് ഒരു പറ്റും നമ്മളെ അറിയത്തില്ലാത്തവർ എന്ത് പറഞ്ഞാലും നമുക്കതൊന്നും ബാധകമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഉടതമ്പരാൻ അറിയാം അല്ലേ? പിന്നെ നമ്മുടെ കൂടപ്പറപ്പുകൾക്കറിയാം, നമ്മുടെ അച്ഛനമ്മമാർക്കറിയാം. അതൊക്കെ മതി നമുക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ താഴ്മയായിട്ട് പറയുന്നത്, ആ കമൻ്റ് ഇട്ട വ്യക്തിയെ ഞാൻ ഒരു തരത്തിലും ഇതാക്കി പറയുകയല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ മനസ്സിലെ നന്മ മറ്റുള്ളവരിലോട്ടും കൂടെ അറിയിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ വേണ്ട, നമ്മൾ കോടതി നമ്മളോട് പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അവകാശമില്ല. അല്ല പിന്നെ ഈ ലോകത്ത് കോടതി പോലീസും ഒക്കെ നമ്മളെ നിയന്ത്രിക്കാനുള്ളവരൊന്നും വേണ്ടല്ലോ, നമ്മൾ മാത്രം മതിയെങ്കിൽ. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമ്മൾ പേടിക്കണം. അതുകൊണ്ട് ഈ കമൻസ് കണ്ടതിൻ്റെ പേര് ഞാൻ പറയണത്, കമൻസ് ഇട്ട ആള് മോശപ്പെടുത്തി ഒന്നും ഞാൻ പറയല്ല. മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ. ദയവ് ചെയ്ത് നമ്മൾ കാണാനും കേൾക്കാനും ഒന്നും ആഗ്രഹിക്കാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മുടെ അതിനകത്ത് മെൻഷൻ ചെയ്യാതിരിക്കുക കേട്ടോ, പ്ലീസ്. ഇതൊരു അപേക്ഷയായിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ മെൻറ്റോടിനൂടെ ഒന്നിടിച്ചു കൂട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.